കൂട്ടുകാരെ, ഇവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് ഇന്ന് പിന്നെയും തുടങ്ങുകയാണ്. ഇന്നലെ പെണ്ണ് കാണൽ കല്യാണം ഉറപ്പിക്കലായിരുന്നെങ്കിൽ ഇന്ന് കല്യാണ തലേന്നിൻ്റെ വീഡിയോ ആണ്. കല്യാണ തലേന്ന് എന്തൊക്കെയാണ് ഇവിടെ ചടങ്ങുകൾ, എങ്ങനെയൊക്കെയാണ് ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ രീതിക്കാണ്. അപ്പോൾ നമ്മുടേത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഇതേപോലെ സിമിലർ ആയിട്ടുള്ള വീഡിയോ തന്നെ നാത്തൂൻ്റെ മോൻ്റെ കല്യാണം എന്നിട്ട് ഏകദേശം ഒരു 2 കൊല്ലം ബാക്ക് അല്ല 1.5 കൊല്ലം ബാക്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പാർട്സ് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടൊക്കെ അന്ന് ഇട്ടിട്ടുണ്ടായത്. ഇതിപ്പോൾ അത്രയും പാർട്ടൊന്നുമില്ല. ഇതാകെ കൂടി ഇന്നും നാളെയും കൂടി. നാളെ കല്യാണ വീഡിയോ ഇടുകയാണെങ്കിൽ അതോടുകൂടി ഈ പരിപാടി അങ്ങ് നിർത്തുക കേട്ടോ. അപ്പോൾ ഇതാണ് ചെക്കൻ്റെ വീട്. ചെക്കൻ്റെ വീട്ടിന് മുന്നിൽ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഇടുന്ന പോലത്തെ ചെറുങ്ങനെ ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു ചെറിയ പന്തൽ. ഇതെൻ്റെ മോന്. ഇതായിരിക്കണു എൻ്റെ ചെറിയച്ഛൻ്റെ ഇളയ മോള്, അവളെ വിന്യ നിന്നെ കാണിച്ചിട്ടുണ്ട്. ഇത് വിന്യൻ്റെ മോന് കയ്യിലിരിക്കണത്, അതെൻ്റെ ഹസ്ബൻഡ്. ഇത് അവളുടെ ചേച്ചീൻ്റെ മോന്, പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ മോന്, അതെൻ്റെ അമ്മായിയമ്മ. ഇതായിരിക്കണു ഞാൻ. ഇതാണ് വിന്യൻ്റെ ചേച്ചി വിദ്യ. അങ്ങനെ ഏകദേശം എല്ലാവരും ഉണ്ട് കേട്ടോ. വിന്യൻ്റെ അമ്മയും എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തടുത്ത വീഡിയോയിൽ വരുന്നത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇതെന്താ ചടങ്ങെന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓരോരോ സ്ഥലത്ത് ഓരോരോ രീതിക്കാണ് ഓരോരോ ചടങ്ങുകൾ നടക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചടങ്ങിൻ്റെ ആദ്യഘട്ടമായിട്ട് ചെക്കനെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. വീട്ടിനുമ്മർത്ത് മുക്കാലിട്ടിട്ട് ഇരുത്തും. അത് കഴിഞ്ഞിട്ട് ഇത് ചെക്കൻ്റെ അച്ഛനാണ്. ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കുറച്ച് ചോറും പിന്നെ അതിനകത്ത് നിറച്ചും പാല് വെറ്റിലൊക്കെ ഇട്ടിട്ട് അതാണ് തലയിൽ തൊട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. തലയിൽ നിന്ന് ഇങ്ങനെ അതെന്താ പറയുക, അത് എന്തോ ചെയ്യണം. അതിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുക തലയിലും മേത്തൊക്കെ. അങ്ങനെ ഇപ്പോൾ ആദ്യം അവൻ്റെ അച്ഛൻ ചെയ്തു, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, അവൻ്റെ മാമൻ, പിന്നെ ഇനിയൊരു മാമൻ, ഇത് ഇനിയൊരു മാമൻ്റെ ഭാര്യ. അങ്ങനെ ഇവളും ഞാനും കോ സിസ്റ്റേഴ്സാണ്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മൂത്തച്ചി ഇളയച്ചിയാണേ. ഇതെൻ്റെ അമ്മായിയമ്മ. അങ്ങനെ ഞാനിങ്ങനെ ഓരോരുത്തരും വരുന്ന സമയത്ത് ഓരോരുത്തരെയും കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫാമിലി ആയിട്ടുള്ള വീഡിയോസിലൊക്കെ കാണിച്ച് തരണം എന്ന് ചിന്തിക്കും, പറയണമെന്ന് ചിന്തിക്കും, ഞാനതങ്ങ് വിട്ടു. അപ്പോൾ അമ്മായിയമ്മ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ ടേൺ ഞാനാണ് എടുത്ത്. അപ്പോൾ ഇതാ ഞാനും കൂടി ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൈ കഴുകിയിട്ട് ഇതെൻ്റെ ചെറിയച്ഛൻ്റെ ഇനിയൊരു മോള് വിദ്യ എന്ന് പറഞ്ഞില്ലേ, അവൾ. ഇതാണ് വിദ്യൻ്റെ അമ്മ, അതായത് എൻ്റെ ചെറിയച്ഛൻ്റെ ഈ ഇരിക്കുന്നത് ഒരു ചെറിയച്ഛൻ്റെ മോന്, ഇത് ഇനിയൊരു ചെറിയച്ഛൻ്റെ വൈഫ്. അപ്പോൾ അവർ വിദ്യ എന്ന് പറഞ്ഞില്ലേ, അവരുടെ അമ്മയാണത്. ചെറിയ ജലദോഷം, ഇവിടെ നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് മൊത്തം ചുമച്ചും കൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ തുടങ്ങിയിട്ട് ഇത് ഈ കാണുന്നത് എൻ്റെ നാത്തൂന്. നല്ല മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല മഴ പെയ്തു തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-15 ദിവസമായി. അതിലിവിടെ നമ്മുടെ വീട്ടിൻ്റെ സൈഡിലേക്കൊക്കെ ഒരു 8 ദിവസത്തിൻ്റെ 8-9 ദിവസമായി കറണ്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഈ കല്യാണത്തിൻ്റെ ശാസ്ത്രങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ചിന്തിച്ചതാണ് അന്നത്തെ വീഡിയോ അന്നന്ന് തന്നെ എടുത്ത് പോസ്റ്റ് ആക്കണത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നില്ല, കറണ്ടില്ലായിരുന്നു. ഇതെൻ്റെ നാത്തൂൻ്റെ മോള്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ച് എൻ്റെ കറണ്ടില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ്, ഇവിടുത്തെ മഴയൊക്കെ കാണിച്ചു തരാം. ഞാനിപ്പോൾ അടുത്തടുത്ത് അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതാണ് വിദ്യേൻ്റെ അച്ഛൻ. വിദ്യാനിപ്പോൾ നെക്സ്റ്റ് വരും. അവളുടെ അച്ഛനാണ്. ഇനി എൻ്റെ രണ്ടാമത്തെ ചെറിയച്ഛൻ അല്ല ഇളയ ചെറിയച്ഛൻ, ഇവൻ്റെ ചെറിയച്ഛനെ. അപ്പോൾ ഇവന് അങ്ങനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇവൻ്റെ അച്ഛന് ഒരു ചെറിയച്ഛൻ, ഇവളുടെ അച്ഛൻ ഇനിയൊരു ചെറിയച്ഛൻ, അങ്ങനെ 2 കുട്ടിയച്ഛന്മാരാണ് എനിക്ക്. ഇത് അവരുടെ ലാസ്റ്റത്തെ മോള്. ഇതൊരു അമ്മായിയമ്മയുടെ സിസ്റ്ററിൻ്റെ മോള്. അങ്ങനെ എല്ലാവരും ഉണ്ട് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഞാൻ ഏകദേശം എല്ലാവരെയും കാണിച്ചു തരാം. പിന്നെ അയൽവാസികളും പരിചയക്കാരും ദൂരത്തെ സ്വന്തം അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ എല്ലാവരെയും അങ്ങ് പരിചയപ്പെടുത്തുന്നില്ല. എനിക്കും കറക്റ്റായിട്ട് അറിയണേ അല്ല, എല്ലാവരും അറിയാം കേട്ടോ. മുഖം കണ്ട് എല്ലാവരെയും പരിചയമുണ്ട്. ചിലർക്ക് വർത്തമാനം പറഞ്ഞും ശീലമുണ്ട്. പക്ഷേ ഞാൻ സ്വന്തക്കാരെയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ചടങ്ങുകളും പിന്നെ ഇങ്ങനെ ഇത് കഴിഞ്ഞ ശേഷം അതാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ചുമയുണ്ട്. ഒന്ന് ക്ഷമിച്ചേക്കണേ, ഒന്നും നോക്കാൻ പറ്റില്ല.
അപ്പം അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്ത ശേഷം നെക്സ്റ്റ് പ്രോസസ്സ് ഞാൻ അതിലേക്ക് കിടക്കുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കൻ്റെ കാൽമേൽ നമ്മൾ മിഞ്ചി, അതായത് അതിനെന്താ പറയുക, കാൽമോതിരം ഇല്ലേ, അതിട്ട് കൊടുക്കും. അതാണ് ഇന്നത്തെ ദിവസം. ഇപ്പോൾ ആദ്യം ഇത് ചെയ്ത ശേഷം ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, എൻ്റെ അമ്മയമ്മേൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ മോനത്. അങ്ങനെ എല്ലാവരും ഉണ്ട്. അടുത്ത ഘട്ടത്തേക്ക് കടന്നു. ഇതാണ് മാമന്മാർ കുളിപ്പിക്കുക അങ്ങനെയല്ല കേട്ടോ, തേച്ചരച്ച് കുളിപ്പിക്കുക എന്നല്ല. ഇതൊക്കെ പോകണം ഒന്ന് വെള്ളമൊഴിച്ച് അവനൊന്ന് നീറ്റായിട്ട്, പിന്നെ അവൻ തന്നെ പോയിട്ട് അകത്തുനിന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി വരും. അതാണിപ്പോൾ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ എണീച്ച് വന്നിട്ട് മറ്റേ ഉപ്പ് കയ്യിൽ കൊടുക്കും. ഉപ്പ് വെച്ച് പല്ല് തേക്കും പോലെയും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്തതാന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നുമല്ല, അത് കറക്റ്റാണ്. അതുണ്ടോ, കയ്യിൽ ഉപ്പ് കൊടുത്ത്, അത് കല്ലുപ്പാണ്. അത് വായിൽ വെച്ചിട്ട് പല്ല് തേക്കണം. പല്ല് തേക്കണം എന്ന് പറഞ്ഞാൽ ബ്രഷ് ഇട്ട് തേക്കും പോലെയല്ല, കൈ ഒഴിച്ചിട്ട് ഇങ്ങനെ പല്ല് ഉരച്ചിട്ട് അത് തുപ്പിക്കളയണം. കുലുക്കുഴിഞ്ഞ് കളഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ്. ഇനിയിപ്പോൾ എന്താ, അടുത്ത അവൻ അകത്തേക്ക് കയറിപ്പോവും, എന്നിട്ട് കുളിക്കും. അത് വീഡിയോയില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം നല്ലൊരു കുളിസീന് കാണുന്നുണ്ട് നോക്കുക. അങ്ങനെ ഇപ്പോൾ അവൻ്റെ ഏകദേശമുള്ളൊരു കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അകത്ത് പോയി നല്ലൊരു തേച്ചൊരിക്കലും കുളിയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞു. ഇല്ല, ഇത് എന്തെന്ന്, അപ്പം അത് ദൃഷ്ടി എടുക്കുകയാണ്, അങ്ങനെ കണ്ണീറ് കിട്ടാതിരിക്കാനോ അങ്ങനെ എന്തോ ആണ്. ഈ ചോറ് വേവിച്ചിട്ട് അതിനെ 3 തരത്തിൽ ഉണ്ടകളാക്കി തിരിക്കും. ഒന്ന് മഞ്ഞ, ഒന്ന് കറുപ്പ്, ഒന്ന് ചുവപ്പ്. അപ്പോൾ അത് കുരുതിയുള്ളതില്ലേ, നമ്മൾ കുരുതി ഇളക്കൂലേ, ആ വെള്ളത്തിലേക്ക് വെച്ചിട്ട് ഓരോരോ ഭാഗത്തേക്ക് ഇങ്ങനെ എറിയും, തലയ്ക്ക് ഒഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടാണ് അവനകത്തേക്ക് കയറിപ്പോകുന്നത്. ഇപ്പോൾ നോക്കിക്കോളി, ഇതന്നെയാണ്. ഇതെൻ്റെ ചെറിയച്ഛൻ്റെ മോന്, അല്ല ചെറിയച്ഛൻ്റെ ഭാര്യയാണ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് കുരുതി കഴിഞ്ഞിട്ട് അതവിടെ മറയ്ക്കും, അവൻ കയറിയകത്തേക്ക് പോകും. ചുമ, നല്ല ചുമയുണ്ട് കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല മഴയായിരുന്നു, അത്യാവശ്യം മഴയും കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ചുമയുണ്ട്. ഇതിപ്പോൾ വെറ്റിലയും പാക്കും കയ്യിൽ കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിക്കും. നോക്കിക്കോളൂ, അതുതന്നെയാണ്. അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് 3 വട്ടം വെള്ളം ഒഴിക്കും. അവൻ തൊഴുതിട്ട് അതവിടെ വിടും. കയറിപ്പോകും. ഞാൻ കുറേ നേരത്തിന് അകത്ത് കയറിപ്പോകുന്ന കണ്ടിട്ടില്ല. ഇതാണ് നേരത്തെ അവൾ റെഡിയാക്കി വെക്കുന്നുണ്ടായില്ല, നിലവിളക്കിൽ തിരിയൊക്കെ ഇട്ടൊക്കെ കണ്ടില്ലേ, ആദ്യം ഞാൻ കാണിച്ചില്ലേ. അവൻ കുളിച്ച് കുട്ടപ്പനായി, സുന്ദര കുട്ടപ്പനായി, തുണിയൊക്കെ മാറി വന്ന് ഇരുന്നു, മുക്കാലിപ്പലകയിലിരുന്ന്. ഇനിയിപ്പോൾ അവൻ്റെ കാലിലേക്ക് മാമന്മാരാണ് മോതിരിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ചന്ദനം വെച്ചു, അതിന് മീതെ കുങ്കുമം വെച്ചു, എന്നിട്ട് മോതിരം ഇടുകയാണ് കാലിലേക്ക്. ആദ്യം ഒരാളിടും, ആദ്യം എൻ്റെ ഭർത്താവ് ഇട്ടു, അവർ മൂത്തവർ. ഇനിയിപ്പോൾ അവരനിയെ രണ്ടാമത്തെ കാലിലേക്ക് ഇടും. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം എല്ലാവരും നളങ്ക് വയ്ക്കുക. അതിന് എന്തെന്നാ പറയുക, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അവരെ അനിയൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ രണ്ടാമത്തെ കാലിൽ, അവരും സെയിം പ്രോസസ്സ്, അത്രയേ ഉള്ളൂ. മിഞ്ചിട്ട് അടുത്ത നെക്സ്റ്റ് മിഞ്ചിട്ട് അത് കഴിഞ്ഞു. അങ്ങനെ മിഞ്ചൊക്കെ ഇട്ടുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി നളങ്ക് വയ്ക്കുക. അതിനെന്താ പറയുക, അങ്ങനെ തന്നെ നമ്മളൊക്കെ മുഖത്ത് മഞ്ഞൾ തേച്ച്, മുഖത്ത് കൈക്കൊക്കെ മഞ്ഞൾ തേച്ച് പൊട്ടൊക്കെ വെച്ചു. അങ്ങനെ ഇപ്പോൾ നോക്കി കാണിച്ചില്ല. ഞാനിപ്പോൾ അത് അടുത്ത് ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. അവൻ്റെ നെറ്റി കാലിയുണ്ട്, അപ്പോൾ കുറച്ച് പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ട് ഇപ്പോൾ പോവും. അതാണ് വേണ്ട. അപ്പോൾ ഇതായിരുന്നു അടുത്ത ചടങ്ങ് ചടങ്ങെന്ന് അറിയാനൊന്നുമില്ല. ഇതെൻ്റെ നാത്തൂൻ്റെ മോള് ഈസാനാണ് ഞാൻ പറഞ്ഞത് നളങ്ക് വെക്കുകയെന്ന്. നളങ്ക് വെച്ച് പൊട്ടൊക്കെ വെച്ച് ഞാനേ ആദ്യം ചിന്തിച്ചു, ഇത് ഒരാൾ ചെയ്യുന്ന തന്നെ പ്രോസസ്സാണ്, എല്ലാവരും റിപ്പീറ്റഡായിട്ട് ചെയ്യണത്. അപ്പോൾ ഇത് ഇത്രയും നീളത്തിനുള്ള വീഡിയോ ഇടണ്ടെന്നാണ് വിചാരിച്ചത്, കുറേ ഷോർട്ടാക്കാമെന്ന്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതെൻ്റെ കോസിസ്റ്റർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഇളച്ചി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ വീഡിയോ ഇടണ സമയത്ത് ഇങ്ങനെ ചെയ്യണ്ടേ, ഇത് ഭയങ്കര ഫാസ്റ്റാക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇടുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, എന്തിനാണ് ഞാനിങ്ങനെ ചെയ്തത്, ഇത് ചെയ്യേണ്ടായിരുന്നു, കുറച്ച് ലെങ്ത്തിൽ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മെമ്മറിയൊക്കെ അവിടെ കിടക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ കുറേ സമയം കഴിഞ്ഞിട്ട്. അങ്ങനെ
അപ്പോൾ ഞാൻ എന്തായാലും ഈ കല്യാണത്തിന് ആ തെറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ലോങ് ആയാലും സാരില്ല, നമുക്കിതൊക്കെ ഒരു ഓർമ്മയല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ടേൺ. അങ്ങനെ കഴിഞ്ഞു മഞ്ഞളും കുങ്കുമം വെച്ച്. ഇത് എനിക്കുള്ളതാട്ടോ പൂവ്. അങ്ങനെ പൂവൊക്കെ വെച്ച് ഇവള് പറഞ്ഞിട്ടുണ്ട് ചെക്കനെ കാണിച്ചിട്ടില്ലെങ്കിൽ സാറില്ല, എന്നെ നല്ലോണം ഫോക്കസ് ആക്കിക്കൊന്ന്. പിന്നെ പ്രത്യേകം പറഞ്ഞ സ്ഥിതിക്ക് പ്രത്യേകം ഫോക്കസ് ആക്കിയിട്ടുണ്ട്. ഇത് നീയല്ല മോളെ, നെക്സ്റ്റ് നിന്നെ കാണിക്കാം. അപ്പോൾ ഓളെ തുടക്കത്തിൽ കണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ആ ചടങ്ങും കൂടി കഴിഞ്ഞു. പിന്നെ ഭക്ഷണത്തിൻ്റെ ഏർപ്പാടൊക്കെ ഞങ്ങൾ ഇവിടെ വീട്ടിലല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായത്, മണ്ഡപത്തിലായിരുന്നു. കല്യാണ മണ്ഡപത്തിൽ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തലേന്നേക്കുള്ള പിറ്റേന്നേക്കുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ രാത്രി കുറച്ചല്ലേ ആൾക്കാരുള്ളൂ, അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്കൊക്കെ ഉള്ള ഫുഡ് മണ്ഡപത്തിലായിരുന്നു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇതാണ് വിന്യ. ഇവളുടെ മോനെയാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലേ, ഇല്ലേ ഇപ്പോൾ നെക്സ്റ്റ് വരാൻ പോണത്. നല്ല ആക്റ്റീവാകും അവൻ, നല്ല വർത്തമാനം പറയും മോന്. അതുകൊണ്ട് തന്നെ രസമല്ലേ ഇങ്ങനെ ചെറിയ കുഞ്ഞു പിള്ളേരെ നല്ലോണം വർത്തമാനം പറഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ, അത് കാണുന്നതേ ഒരു ഹാപ്പിനെസ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇനിയൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ വേള മോൻ്റെ ചെറിയച്ഛൻ്റെ മോൻ്റെ മുട്ടയടിച്ച് കാതുകുത്തുന്ന നല്ല അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഇയാളുടെ ഈ മുട്ടേൻ്റെ നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടാം നെക്സ്റ്റ് ഈ ആഴ്ച തന്നെ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഉമ്മ കൊടുക്കുകയാണിത്, എൻ്റെ മോക്കാണ് ഉമ്മ കൊടുത്തുകൊണ്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ മണ്ഡപത്തിലേക്ക് പോയി. മണ്ഡപത്തിൽ നല്ല ഉണ്ടായി, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് കഴിക്കുന്നത് എന്തായാലും എടുത്തിട്ടില്ല ഇല്ല തോന്നുന്നതല്ല, എടുത്തിട്ടില്ല. ഫുഡ് കഴിക്കണ വീഡിയോ എടുത്തിട്ടില്ല. അല്ലാത്ത ബാക്കി നാളെ കാണാമല്ലോ. നാളെ ഫുഡ് പറഞ്ഞാൽ നോർമൽ തന്നെ, ചോറും കറിയും ഇറച്ചിക്കറിയും പച്ചക്കറിയും ഒക്കെ ഉണ്ടായി, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോള്, അങ്ങനെ ഇതാ എൻ്റെ മോള്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരെയും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇപ്പോഴും മനസ്സിലാത്ത ആൾക്കാരെ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം, അല്ല ഇപ്പോൾ വിട്ടുപോയ ആൾക്കാരെയൊക്കെ ഇനി അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബായ്.